പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഇസ്രായേൽ പോലെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട രാജ്യമാണ്. അതിൽ ഒന്നാമത്തെ സാമ്രാജ്യത്വം എന്ന് എന്താണെന്ന് പറയുന്നത്, സാമ്രാജ്യത്വം എന്ന് വെച്ചാൽ യൂറോപ്യൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ, ഏഷ്യയിൽ അമേരിക്കയിലെ രണ്ട് രാജ്യങ്ങൾ, കാനഡ ആൻഡ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് യൂറോപ്പിലെ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ബെൽജിയം, പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. ഇത് കൂടി ഒരു ബ്ലോക്കാണ്. G7 എന്ന് പറയുന്ന ബ്ലോക്കാണ്. അവർക്ക് മറ്റു രാജ്യങ്ങൾ വരെ സ്വാധീനം, അവർക്ക് സ്വന്തമായിട്ട് വലിയ റിസോഴ്സസ് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ വലിയ റിസോഴ്സസ് അടുത്ത കാലത്താണ് കണ്ടെത്തിയത്. പൗരാണിക കാലത്ത് അവർക്ക് വലിയ അന്ന് വേണ്ട റിസോഴ്സസ് ഇല്ല. അന്ന് നമ്മൾ മലയാളികളുടെ കയ്യിൽ, ഇന്ത്യക്കാരുടെ കയ്യിൽ ഈ റിസോഴ്സസ് ഉള്ളു. അപ്പം ഈ പൗരാണിക കാലഘട്ടത്തിൽ അവർക്കില്ലാതെ ഇരുന്ന റിസോഴ്സ് തേടിയാണ് അവരിവിടെ വരുന്നത്. അവരിവിടെ വന്നിട്ട് ആദ്യം അന്നത്തെ ലോകശക്തികളായ മുസ്ലിം രാജാക്കന്മാരെ, അവരുടെ ശക്തി ഈ കേരളമായിട്ടുള്ള കടൽ ബന്ധങ്ങളായിരുന്നു. അപ്പോൾ ഈ കേരളത്തിലെ കടൽ ബന്ധം വാസ്കോഡ ഗാമ വഴി പിടിച്ചെടുത്തതിന് ശേഷം ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം പരാജയപ്പെടുത്തി. പിന്നെ അവന്മാരെ കയ്യിലിരിപ്പും പരസ്പരം അടിയായിരുന്നു. ഷിയ സുന്നി അത് ഇത് വന്നാൽ പിന്നെ സുന്നികളുടെ തന്നെ അടിയായിരുന്നു. പരാജയപ്പെടുത്തി അവർ ലോകശക്തിയായി നമ്മുടെ രാജ്യത്തൊക്കെ മരിച്ചു. 1-2 ലോകമഹായുദ്ധത്തിൽ അവർ തകർന്നു. ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു. ഇവിടുത്തെ പട്ടാളത്തെ വിശ്വസിച്ചുകൊണ്ട് ഭരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർ ഓടിപ്പോയപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അവരുടെ സാമ്രാജ്യത്വ മോഹം, സാമ്രാജ്യത്വ സ്വാധീനം നിലനിർത്തണം. അതിനുവേണ്ടി അവർ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യനെ മുമ്പേ അവർ ഡിവൈഡ് ആൻഡ് പോളിസി വഴി മുസ്ലിങ്ങൾ ഹിന്ദുക്കളായിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് പാകിസ്ഥാൻ ഒരു രാജ്യം ഉണ്ടാക്കി വെച്ച് പോയി. അതെ, പാകിസ്ഥാൻ ഒരു നാച്ചുറലായിട്ടുള്ള രാജ്യമല്ല. ഒരു രാജ്യം ഉണ്ടാക്കി, മുസ്ലിം രാജ്യം, അത് ഇന്ത്യയുടെ ശത്രുവാക്കിയിട്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ആ പ്രശ്നം വെച്ചുകൊണ്ട് ഇവർ കലാകാലം തമ്മിലടിക്കട്ടെ, അവിടെ നമുക്ക് ഇടപെടാമെന്ന് വെച്ചാൽ രാജ്യം ഉണ്ടാക്കിക്കൊണ്ട് പോയി. അതെ, ഇതുപോലെ ആ കാലഘട്ടം ഇസ്രായേലിനോട് ഇവർക്ക് ജൂതന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നല്ല. ഇവർക്ക് ആ സമയത്ത് എണ്ണ കണ്ടുപിടിച്ചു അറേബ്യയിൽ. ശരിയാണ്. ഈ എണ്ണ അന്ന് ഇഷ്ടംപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ബൂം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ എണ്ണയുടെ മേലൊരു കൈ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്തു, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അതെന്ന് വെച്ചാൽ എന്തെങ്കിലും അമേരിക്കയ്ക്ക് സാമാന്യ ശക്തികൾക്ക് എപ്പോഴും ഒരു കണ്ണ് ഈ രാജ്യങ്ങളുടെ പേരുണ്ടാവും. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടപെടാം. ഈസി ക്ലിയർ. അങ്ങനെ ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചു. ഇവിടെ പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചു. ഇവിടെ പാകിസ്ഥാൻ്റെ കൂടെ അവർ വേറെ കഴിഞ്ഞ് പോലീസിനും പട്ടാളത്തിനും സിവിൽ സർവീസിലും അവർ ട്രെയിൻ ചെയ്ത ആളുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അവർ ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമ്മളെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി. ഇവരെ മേലെ അവർക്ക് നല്ല സ്വാധീനമായിരുന്നു. പിന്നെ പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്ന സമയത്ത് അതിൽ ഡോവലിനെ പോലുള്ള ചില ആളുകൾ അവർക്ക് സ്വാധീനിക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും അവർ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ PAS വഴി. ഓക്കെ, മൗണ്ട് ബാറ്റനൊക്കെ ഉണ്ടാക്കിയ ആളുകളാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്കൊക്കെ അവിടെ ബിസിനസ് പഠിക്കാനുള്ള അവസരം, ഭാര്യമാർക്ക് പഠിക്കാനുള്ള അവസരം, ബിസിനസ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഇന്ത്യ പോലെയുള്ള 3 ലോക രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പഴയ കൊളോണിയൽ രാജ്യങ്ങളെല്ലാം മേലെ അവർക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അങ്ങനെ സ്വാധീനം അവർ നിലനിർത്തി. ഇപ്പം മോഡിയൊക്കെ വന്നതിന് ശേഷമാണ് ആ സ്വാധീനം കുറഞ്ഞത്. പിന്നെ RSS ട്രെയിൻഡ് ആയിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു വെച്ചാൽ ഇവരുടെ ഇതിൽ നിൽക്കില്ല. പക്ഷെ പെട്ടെന്നൊന്നും അവർക്ക് ഊരി വരാൻ പറ്റില്ല. പതുക്കെ അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട് ഈ ഡോവലിൻ്റെ കൺട്രോളിൽ.